സി കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ ഇവിടെ നടക്കുന്ന ഒരു വലിയൊരു വ്യാജ നേഴ്സിംഗ് പഠന തട്ടിപ്പിനെ കുറിച്ചുള്ള കഥകൾ കാര്യങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. വേറെ കുറച്ച് തെളിവുകളൊക്കെ നിങ്ങളുടെ മുമ്പിലോട്ട് വെക്കുന്നുണ്ട്, സമർപ്പിക്കുന്നുണ്ട്. ഒന്ന് പരിശോധിക്കുക. നമസ്കാരം, ഞാൻ MK തോമസ്. ഈ സി കോളേജിൻ്റെ വാർത്ത ഞാൻ പണ്ട് വിട്ടിട്ടുള്ളതാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവർക്കെതിരെ പരാതി കൊടുത്തതാണ്. യൂണിവേഴ്സിറ്റി അനങ്ങിയിട്ടില്ല. ആ പരാതി കൊടുക്കാൻ അടിസ്ഥാനമായിട്ടുള്ള ഞാനും നിങ്ങളുടെ പ്രിൻസിപ്പളില്ലേ പ്രൊഫസർ സംഗീതയോ മറ്റോ അവരുമായിട്ടുള്ള ഒരു ടെലിഫോൺ സംഭാഷണം ഒന്ന് കേട്ടോ, ഒന്നുകൂടെ കേട്ടോ, റിപ്പീറ്റ് ചെയ്തു, ഒന്നും വിചാരിക്കരുതേ. Hello. Good afternoon, madam. Good afternoon. Yeah, good afternoon, sir. Yeah, my name is Thomas. Can I speak to you for a couple of minutes, please? Yes, sir. Yeah, I'm calling from Kottayam. Okay, sir. Your number was given to my one Nishant from Wayanad. He has taken admission admission in your college. Okay, sir. He's there in Kuwait now. Okay. Yeah, and my sister looking for admission for MSc. You have seats available? Okay. Yeah, sir, this year she wants to do MSc or already she has joined already MSc? No, she want to MSc first year. Vacancy, where is vacancy available? Vacancy available for community and this one, OBC and pediatric. Oh, pediatrics available, right? Yeah, pediatric is available. Okay. What is the formalities, madam? Actually, she wants to do as a regular or irregular, sir? She's not in India, madam. She is there in Kuwait. Okay, so that means she wants to do as a part-time. Yeah, part-time. Part-time. It can't be a part-time. She is there in Kuwait. She cannot come here only for admission. Yeah, you know that, no? Okay. Because actually, 31st is the last day, sir. 31st is the last day for admission. Yeah. If she wants to do admission, then she can take all the certificate xerox copy, attested by herself. Right. That is the procedure. And original we have to submit to the university. Yeah. So if she is not in India, she can send by post. കേട്ടല്ലോ, നമ്മുടെ ഈ പല ചന്തകളും ചെല്ലുമ്പം മത്തി അയില എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മാടി വിളിക്കും എന്ന് പറഞ്ഞ പോലെ റെഗുലർ വേണോ ഇറഗുലർ വേണോ എന്നാണ് അവരുടെ ചോദ്യം. അതാണ് സംഭവിക്കുന്നത് ഇവിടെ. ഈ വർഷം, അതായത് അടുത്ത ദിവസം പരീക്ഷ എഴുതാൻ വരുന്ന വിദ്യാർത്ഥികൾ, അതായത് ക്ലാസ്സിൽ ഇല്ലാതെ പഠിക്കുന്ന ആരോപണം നിലനിൽക്കുന്ന വിദ്യാർത്ഥികളുടെ രേഖ പുറത്തു വിടാനായിട്ട് ഞാൻ ഈ കാര്യം പറഞ്ഞത്. ഇത് കണ്ടോ, പോസ്റ്റ് ബേസിക് ഇവിടെ ഈ 2024-25 വർഷത്തെ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ പേരും വിവരങ്ങളും. MScക്ക് എടുത്തവർ ഇവരാരും ക്ലാസ്സിലുണ്ടോ ഇല്ലയോ, നിങ്ങളുടെ ക്യാമ്പസിൽ കാണുന്നോ ഇല്ലയോ എന്ന് നിങ്ങൾ ഈ വർഷം 1ാം വർഷം BSc നേഴ്സിന് അഡ്മിഷൻ എടുത്തവരും പോയ വർഷങ്ങൾ 2, 3, 4 വർഷങ്ങളൊക്കെ പഠിക്കുന്നവർ ഒന്ന് ശ്രദ്ധിച്ചാൽ, ഈ വക അവരാരും ഇല്ലെങ്കിൽ ഒരു പരാതിയൊക്കെ യൂണിവേഴ്സിറ്റി കൊടുത്താൽ നിങ്ങളുടെ ആ കോളേജിൻ്റെ അഫിലിയേഷൻ പോകാതെയൊക്കെ രക്ഷപ്പെടാൻ സാധിക്കും. ഈ കോളേജിൻ്റെ ഈ കാരണം കൊണ്ട് അഫിലിയേഷൻ പോകും എന്ന് യൂണിവേഴ്സിറ്റിയുടെ INC-യുടെ വിവിധ സർക്കുലറിൽ പറയുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അഡ്മിഷൻ്റെ സമയത്ത് ആധാർ കാർഡ് കൊടുത്തിട്ടുണ്ടല്ലോ, ഈ കുട്ടികളുടെ ആധാർ കാർഡൊക്കെ ഒന്ന് പരിശോധിക്കണം. ഇവരെ സംബന്ധിച്ച് കഴിഞ്ഞ 2024-25 അഡ്മിഷൻ്റെ അവസാനത്തെ ദിവസം ഈ കോളേജ്, ഈ പ്രിൻസിപ്പളും അവിടുത്തെ അധികൃതരും കൂടെ യൂണിവേഴ്സിറ്റി കൊടുത്തൊരു ഓൺലൈൻ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതൊന്ന് വായിക്കണം. ഈ കുട്ടികളുടെ ഫോൺ നമ്പറൊക്കെ വെടി സംഘടിപ്പിക്കണം. വേണ്ട, അവർ നിങ്ങളുടെ സമീപത്തുണ്ടോ ഇല്ലെന്നൊന്ന് പരിശോധിച്ച് നോക്ക്. ഇപ്പം എത്തും. ഈ 12-ാം തീയതി പരീക്ഷ തുടങ്ങുകയാണ്. ആ സമയത്ത് വരുമ്പോൾ അവരോട് ചോദിക്കണം അവരെവിടെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. അവർ മൊബൈലൊക്കെ മേടിക്കുക. പിന്നെ ഇപ്പോൾ അടുത്ത ദിവസങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അവരെല്ലാവരും കൂടി നിന്ന് നിങ്ങളൊക്കെ ആയിട്ടൊരു ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരണേ. എൻ്റെ ഈ നമ്പർ പഴയ വീഡിയോ ഒക്കെ തപ്പിയാൽ കിട്ടും. താല്പര്യമുള്ളവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റൊക്കെ പറയുക. പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.